Hi friends, welcome back to Agora, an open space to study. സിവിൽ എഞ്ചിനീയറിംഗിലെ S5-ലെ K2ൻ്റെ സബ്ജക്റ്റായ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലെ മൊഡ്യൂൾ 5-ലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി എന്നൊരു ടോപ്പിക്കാണ്. അതായത് അതിൽ വരുന്ന രണ്ട് ടോപ്പിക്സ് ആണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷനും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ക്രാക്കിങ്ങും. ഫിഫ്ത്ത് മൊഡ്യൂളിൽ ഫസ്റ്റ് സെക്ഷനിൽ പഠിച്ചത് ടു വേ സ്ലാബിനെ കുറിച്ചായിരുന്നു. ഇതൊരു അടുത്തൊരു സെക്ഷനാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി എന്ന് നോക്കാം. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി. ഏതൊരു സ്ട്രക്ചറും ഈ രണ്ട് കാര്യങ്ങളിലും സേഫ് ആയിരിക്കണം. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ സേഫ് ആയാലും, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചറിന് എത്ര ലൈഫ് ഉണ്ടോ അത്രയും ലൈഫിൽ അവിടെ വരുന്ന എത്ര ലോഡ് വന്നാലും ആ ഒരു സ്ട്രക്ചർ അവിടെ സേഫ് ആയിരിക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഏത് സ്ട്രക്ചറിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റിയിൽ വരുന്നത് ആ ഒരു സ്ട്രക്ചർ അവിടെ എത്ര ലോഡ് വന്നാലും ആ ഒരു സ്ട്രക്ചർ അവിടെ സേഫ് ആണെന്ന് പറഞ്ഞാലും അവിടെ ആ ഒരു ലോഡും കൊണ്ട് എക്സസീവായിട്ട് ഡിഫ്ലക്ഷനും അതുപോലെ തന്നെ ക്രാക്കിംഗ് ഒക്കെ ഉണ്ടാവുകയാണ് എങ്കിൽ ആ ഒരു സ്ട്രക്ചറിന് യാതൊരു ഉപകാരവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി, അതായത് ഒരു സ്ട്രക്ചറിന് എക്സസീവ് ഡിഫ്ലക്ഷനോ അതുപോലെ തന്നെ ക്രാക്കിങ്ങോ ഉണ്ടാവാതെ അതിൻ്റെ ലൈഫ് ടൈം ആ ഒരു സ്ട്രക്ചർ സേഫ് ആയിട്ട് നിൽക്കണം. അതിനെയാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി എന്ന് പറയുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് എന്ന് പറയുന്നത് അറ്റ് അൾട്ടിമേറ്റ് ലോഡിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രാക്കിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അവിടെ വരുന്ന വർക്കിംഗ് ലോഡ് അല്ലെങ്കിൽ അവിടെ വരുന്ന സർവീസ് ലോഡ്, ആ ഒരു ലോഡിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ടും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ വരുന്നതാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റിയും. സോ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഓർ ക്രാക്കിംഗ് ഡിസൈൻ ചെയ്യുന്നത് സർവീസ് ലോഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിൽ ഡിസൈൻ ചെയ്യാൻ നേരത്തെ എടുക്കുന്നത് ഇലാസ്റ്റിക് അനാലിസിസ് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ലിമിറ്റ് സ്റ്റേറ്റ് സർവീസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. There should not be any excessive deflection and cracking at service load during the lifetime of the structure. ഇതാണ് ഒരു ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റിയുടെ മെയിൻ ആയിട്ട് വരുന്ന എയിം. ആ ഒരു സ്ട്രക്ചർ എത്ര ലൈഫ് ഉണ്ടോ ആ ഒരു ലൈഫിൽ അതിൻ്റെ സർവീസ് ലോഡ് വരുമ്പോൾ അവിടെ എക്സസീവ് ഡിഫ്ലക്ഷനോ ക്രാക്കിങ്ങോ ഉണ്ടാകാൻ പാടില്ല. സോ ആ ഒരു കണ്ടീഷൻ എടുത്തുകൊണ്ടാണ് അവിടെ നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുന്നത്. സെക്കൻഡ്, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ അറ്റ് സർവീസ് ലോഡ്. സർവീസ് ലോഡിലാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി ആപ്ലിക്കബിൾ ആണ് എങ്കിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് എന്ന് പറയുന്നത് അവിടെ വരുന്ന അൾട്ടിമേറ്റ് ലോഡ്, അതായത് ആ ഒരു ലൈഫിൽ അവിടെ എത്ര മാക്സിമം ലോഡ് വരുന്നോ ആ ഒരു ലോഡ് കണ്ടുകൊണ്ടാണ് അവിടെ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി ഈസ് ഡിറ്റർമിൻ ഓൺ ദ ബേസിസ് ഓഫ് ഇലാസ്റ്റിക് അനാലിസിസ്. ഇലാസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി അല്ലെങ്കിൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ആണെങ്കിൽ പോലും അത് ഡിസൈൻ ചെയ്യാൻ നേരത്ത് നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഓർ ഇലാസ്റ്റിക് അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ വരുന്ന ഡിഫ്ലക്ഷനും ക്രാക്കിങ്ങും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. Then the limit state of serviceability consists of the following limit state. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ക്രാക്കിംഗ് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ. ഈ മൂന്ന് ലിമിറ്റ് സ്റ്റേറ്റ് ആണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റിയിൽ വരുന്നത്. ഒന്ന് ഡിഫ്ലക്ഷൻ ഉണ്ട്, ക്രാക്കിംഗ് ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്. അതായത് ഒരു സ്ട്രക്ചർ ഡിഫ്ലക്ഷൻ മീൻസ് ആ ഒരു സ്ട്രക്ചർ ബെൻഡിങ് ഒന്നും വരാതെ സേഫ് ആയിരിക്കണം. ദെൻ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ പൊട്ടലുകളൊന്നും വീഴാതെ സേഫ് ആയിരിക്കണം. കൂടാതെ ആ ഒരു സ്ട്രക്ചറിന് അതിൻ്റെ ലൈഫ് ലോങ് ടൈം വൈബ്രേഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഈ മൂന്ന് കാര്യങ്ങളാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റിയുടെ അണ്ടറിൽ വരുന്നത്. ഇനി ഇതിൽ ആദ്യം നോക്കാൻ പോകുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ ആണ്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ദ ലിമിറ്റ് സ്റ്റേറ്റ് എൻഷുർ ദാറ്റ് ദ ഡിഫ്ലക്ഷൻ ഓഫ് എ സ്ട്രക്ചർ ഓർ പാർട്ട് thereof shall not adversely affect the appearance or efficiency of the structure or finishes or partition. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറിൽ ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവരുത്, അതുപോലെ തന്നെ അതിൻ്റെ അപ്പിയറൻസിനെ ആ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നതിന് അതിൻ്റെ അപ്പിയറൻസിനെയോ ആ ഒരു സ്ട്രക്ചറിൻ്റെ എഫിഷ്യൻസിയോ ബാധിക്കരുത്. ദെൻ
അവിടെ വരുന്ന നമ്മൾ ഫിനിഷസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം limit state of deflection നമ്മൾ ഡിസൈൻ ചെയ്യാൻ. In any reinforced concrete structures, the deflection consists of two components. The first one is short term deflection and second long term deflection. അതായത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷനെ തന്നെ നമുക്ക് രണ്ട് ഡിഫ്ലക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് ഷോർട്ട് ടൈം ഡിഫ്ലക്ഷനും രണ്ടാമത്തേത് ലോങ് ടൈം ഡിഫ്ലക്ഷനുമാണ്. ആദ്യത്തേത് ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ. എന്താണ് ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? Short term deflection are the elastic deformations that any structure undergoes immediately after it is loaded. ഇതെന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക് ആയിട്ട് വരുന്ന ഡിഫോർമേഷൻ ആണ്. അതുണ്ടാവുന്നത് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത അപ്പം തന്നെ ആയിരിക്കും ഈ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. Then next long term deflection. Long term deflection occurs over a long period of time and are mainly due to shrinkage and creep. ലോങ് ടൈം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം കൊണ്ടാണ് ഉണ്ടാവുന്നത്. മെയിനായിട്ടും ഉണ്ടാവുന്നത് ഷ്രിങ്കേജും ക്രീപ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ലോങ് ടൈം ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. ആൻഡ് ലോങ് ടൈം ഡിഫ്ലക്ഷൻ ആർ 2 to 3 times the ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ. ഷോർട്ട് ടൈം ഡിഫ്ലക്ഷനേക്കാളും 2 to 3 times ആയിരിക്കും ലോങ് ടൈം ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ്റെ ഈ ഷോർട്ട് ടൈം ഡിഫ്ലക്ഷനെ ലോങ് ടൈം ഡിഫ്ലക്ഷനെ കുറിച്ചൊക്കെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ എന്താണ് ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ, എന്താണ് ലോങ് ടൈം ഡിഫ്ലക്ഷൻ എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷനെ കുറിച്ച് IS കോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കാം. ആദ്യത്തേത് IS കോഡ് ഓൾസോ റെക്കമെൻഡ്സ് ദ ഫോളോയിങ് 2 മെത്തേഡ് ഓഫ് ചെക്കിംഗ് ദ ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡ് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തേതാണ് ബൈ ലിമിറ്റിംഗ് ദ സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ. അതായത് ഫസ്റ്റ് അവിടെ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് സ്പാനിൻ്റെയും എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോയുടെയും ആ ഒരു റേഷ്യോ ലിമിറ്റ് ചെയ്യുക. അതാണ് ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യാനുള്ള ആദ്യത്തെ കണ്ടീഷൻ. സെക്കൻഡ് ബൈ കാൽക്കുലേറ്റിംഗ് ദ ആക്ച്വൽ ഡിഫ്ലക്ഷൻ. രണ്ടാമത് അവിടെ വരുന്ന ആക്ച്വൽ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കണ്ടീഷനും IS കോഡ് 456/2000 പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേത് നോക്കാം. ദാറ്റ് ഈസ് ബൈ ലിമിറ്റിംഗ് സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ. സ്പാനും എഫക്റ്റീവ് ഡെപ്തും തമ്മിലുള്ള റേഷ്യോ ലിമിറ്റ് ചെയ്യുക. അതുവഴി ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ആ ഒരു കണ്ടീഷൻ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്തപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയാലും ഒരു 1 വേ സ്ലാബ് ആയാലും ഒരു 2 വേ സ്ലാബ് ആയാലൊക്കെ ഡിസൈൻ ചെയ്തപ്പോൾ നമ്മളവിടെ എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി എടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനാണ്. ആ സെയിം ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ദാറ്റ് ഈസ് അത് പറഞ്ഞിട്ടുള്ള ക്ലോസ് എന്ന് പറയുന്നത് ക്ലോസ് 23.2 control of deflection. The deflection of a structure or part thereof shall not adversely affect the appearance or the efficiency of the structure, finishes or partitions. The deflection shall generally be limited to the following. First one, the final deflection due to all loads including the effect of temperature, creep, shrinkage and measured from the cast level of the support of floors, roofs and all other horizontal member should not normally exceed span by 250. ഈ ഒരു കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. അതായത് ഫൈനൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ലോഡും കൂടി ഉണ്ടാവുന്ന ഫൈനൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് സ്പാൻ ബൈ 250. അതാണ് ഫസ്റ്റ് ഡിഫ്ലക്ഷൻ്റെ കണ്ടീഷൻ പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് the deflection including the effect of temperature, creep and shrinkage occurring after erection of partitions and the application of finishes should not normally exceed span by 350 or 20 mm whichever is lesser. അതായത് ടെമ്പറേച്ചറിൻ്റെയും അതുപോലെ തന്നെ ക്രീപ്പ് ഷ്രിങ്കേജിൻ്റെയും ഒക്കെ എഫക്റ്റ് അതുകൊണ്ടുണ്ടാകുന്ന അവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ് സ്പാൻ ബൈ 350 അല്ലെങ്കിൽ 20 mm കൂടി പോകാൻ പാടില്ല. അപ്പോൾ ഈ സ്പാൻ ബൈ 350യും 20 mm കൺസിഡർ ചെയ്തിട്ട് ഇതിൽ ഏതാണോ ചെറിയ വാല്യൂ ആ ഒരു കണ്ടീഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ ചെക്ക് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ക്ലോസ് 23.2.1 പറയുന്നതാണ് ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അപ് ടു 10 മീറ്റർ ആണെങ്കിൽ ക്യാൻഡിലീവർ ബീം ആണെങ്കിൽ എടുക്കുന്ന സ്പാൻ ടു 7, സിംപ്ലി സപ്പോർട്ടർ ആണെങ്കിൽ 20, കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിൽ 26. ഇനി 10 മീറ്ററേക്കാളും കൂടുതൽ വരുന്നതാണെങ്കിൽ ഈ ഒരു വാല്യൂവിനെ മൾട്ടിപ്ലൈഡ് ബൈ 10 by span in meter കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സെപ്റ്റ് ഫോർ കാൻഡിലിവർ ഇൻ വിച്ച് കേസ് ഡിഫ്ലക്ഷൻ കാൽക്കുലേഷൻ ഷുഡ് ബി മെയ്ഡ്
Depending on the area and the stress of steel for tension reinforcement, the values in A or B shall be modified by multiplied with the modification factor figure 4. അതായത് ഏരിയയും അവിടെ വരുന്ന സ്ട്രെസ് ഓഫ് സ്റ്റീലിനെയും കൺസിഡർ ചെയ്തോട്ട് ഈ പറഞ്ഞിട്ടുള്ള സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോനെ ഒരു മോഡിഫിക്കേഷൻ ഫാക്ടറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ വാല്യൂ കിട്ടുന്നത് ഫിഗർ 4ൽ നിന്നാണ്. ഇതാണ് ഫിഗർ 4 എന്ന് പറയുന്നത്. 1-വേ സ്ലാബും 2-വേ സ്ലാബും ഡിസൈൻ ചെയ്തപ്പോൾ ഈ മോഡിഫിക്കേഷൻ ഫാക്ടർ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കിയതാണ്. ആരെങ്കിലും ആ വീഡിയോസ് കാണാത്തതുണ്ടെങ്കിൽ പ്ലീസ് വാച്ച്. സോ മോഡിഫിക്കേഷൻ ഫാക്ടറും കൂടി ഇവിടെ കൺസിഡർ ചെയ്യണം. ദെൻ ഡിപ്പെൻഡിങ് ഓൺ ദ ഏരിയ ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ സ്പാൻ ടു ഡെപ്ത് റേഷ്യോയിൽ അവിടെ വരുന്ന മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നത് ഫിഗർ 5ൽ നിന്നാണ്. ഇതാണ് ഫിഗർ 5 എന്ന് പറയുന്നത്. IS 456 2000 പേജ് 38ലാണ് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുള്ളത്. Then for flanged beams, the values of A or B modified as per figure 6 and the reinforcement percentage using figure 4 and figure 5 should be based on area of section equal to BF by D. Then flanged beam ആണെങ്കിൽ നമ്മൾ ഫിഗർ 6 യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അവിടുത്തെ മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. സോ ഇതിൽ നിന്ന് ഒരു കൺക്ലൂഡ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ് സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു KT ഇൻറ്റു KC ഇൻറ്റു KF ഇൻറ്റു സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് പെർമിസിബിൾ. അതായത് KT എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഫാക്ടർ ഇൻ കേസ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്, KC എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഫാക്ടർ ഇൻ കേസ് ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് KF എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഫാക്ടർ ഓഫ് ഫ്ലാഞ്ച്ഡ് ബീം. നമ്മൾ പ്രൊവൈഡ് ചെയ്ത സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് അവിടെ വരുന്ന മാക്സിമം മോഡിഫിക്കേഷൻ ഫാക്ടർ ഇൻറ്റു സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്തിനേക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. ഈ ഒരു കണ്ടീഷൻ വന്നെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ഡിഫ്ലക്ഷൻ ചെയ്യുമ്പോൾ അവിടെ സേഫ് ആവുകയുള്ളൂ. ഇനി സെക്കൻഡ് ഇതാണ് കാൽക്കുലേഷൻ ഓഫ് ആക്ച്വൽ ഡിഫ്ലക്ഷൻ. അപ്പം IS കോഡിൽ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ലിമിറ്റിംഗ് ദ സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ, രണ്ടാമത്തേതാണ് കാൽക്കുലേഷൻ ഓഫ് ആക്ച്വൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് IS 456 2000 Annex C എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലാണ്. ദാറ്റ് ഈസ് ദ കാൽക്കുലേഷൻ ഓഫ് ഡിഫ്ലക്ഷൻ്റെ ഒക്കെ ഇക്വേഷൻ പറയുന്നത്. സോ അതിൽ പറയുന്നത് C1 എന്ന് പറയുന്നത് ടോട്ടൽ ഡിഫ്ലക്ഷൻ ആണ്. ദാറ്റ് ഈസ് ദ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഷാൽ ബി ടേക്കൺ ആസ് ദ സം ഓഫ് ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ determined in accordance with C2 and the long tail deflection in accordance with C3 and C4. Total deflection എന്ന് പറയുന്നത് it is the sum of short time deflection and long time deflection. Short time deflection കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ മേ ബി കാൽക്കുലേറ്റഡ് ബൈ യൂഷ്വൽ മെത്തേഡ് ഓഫ് ഇലാസ്റ്റിക് ഡിഫ്ലക്ഷൻ യൂസിങ് ദ ഷോർട്ട് ടൈം മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി EC ആൻഡ് എഫക്റ്റീവ് മൊമെന്റ് ഓഫ് ഇനേഷ്യ I എഫക്റ്റീവ്. ഇവിടെ എഫക്റ്റീവ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് IR ഡിവൈഡഡ് ബൈ 1.2 മൈനസ് MR ഡിവൈഡഡ് ബൈ M ഇൻറ്റു Z ബൈ D ഇൻറ്റു 1 മൈനസ് X ബൈ D ഇൻറ്റു BW ബൈ B. IR should be less than or equal to I effective should be less than or equal to IGR. ഇവിടെ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ക്രാക്ക്ഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് IR എന്ന് പറയുന്നത്. എഫക്റ്റീവ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് I എഫക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്രോസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് IGR എന്ന് പറയുന്നത്. So IR is less than or equal to I effective is less than or equal to IGR ആയിരിക്കണം. That is where IR is the moment of inertia of cracked section and MR എന്ന് പറയുന്ന ക്രാക്കിംഗ് മൊമെന്റ് ആണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ FCR into IGR by YT ചെയ്താൽ കിട്ടും. FCR is the modulus of rupture of concrete ആണ്. IGR എന്ന് പറയുന്ന moment of inertia of gross section but about the centroidal axis neglecting the reinforcement, and YT is the distance from the centroidal axis cross section neglecting the reinforcement to extreme fiber in tension. FCR എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റപ്ചറും IGR എന്ന് പറയുന്നത് ഗ്രോസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. അവിടെ നമ്മൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് കൺസിഡർ ചെയ്യുന്നില്ല. YT എന്ന് പറയുന്നത് മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസ് ആണ്. ദെൻ വേർ M എന്ന് പറയുന്ന മാക്സിമം മൊമെന്റ് അണ്ടർ സർവീസ് ലോഡ് ആൻഡ് Z is lever arm, X is the depth of neutral axis, D is effective depth, BW is breadth of F, and B is the breadth of compression phase. For continuous beam, the deflection shall be calculated using the values of IR, IGR, and MR
modified by the following equation. So continuous beamന്റെ ഒക്കെ കേസിൽ ആ ഇക്വേഷൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് x is equal to k1 into x1 plus x2 divided by 2 plus 1 minus k1 into x0, where xc is the modified value of x1 and x2 is the value of x at support, x0 is the value of x at midspan, k1 എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ആണ്. ഇത് given in table 25. വാല്യൂസ് ഓഫ് IR and CR and MR എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അതുപോലെ തന്നെ ക്രാക്കിംഗ് മൊമെന്റും ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷ്രിങ്കേജ്. ഈ 3-1 എന്താ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷ്രിങ്കേജ് ACS may be computed from the following equation, that is k3 into psi cs into L square. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷ്രിങ്കേജ് കണ്ടുപിടിക്കുന്നത്. Next, where k3 is the constant depending on the support condition, that is 0.5 ആണ് for cantilever, 0.125 for simply supported members, 0.086 for members continuous at 1 end and 1063 for fully continuous members. end condition വെച്ചുകൊണ്ടാണ് k3യുടെ വാല്യൂ വരുന്നത്. Then psi cs എന്ന് പറയുന്നത് it is the shrinkage curvature. അതിന്റെ ഇക്വേഷൻ k4 into epsilon cs into d, where epsilon cs എന്ന് പറയുന്ന അൾട്ടിമേറ്റ് shrinkage strain of concrete ആണ്. ഇനി k4 കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടീഷൻ പറയുന്നത് 0.72 into pt minus pc divided by root pt is less than or equal to 1 or 0.25 less than or equal to pt minus less than 1. അതായത് ഇവിടെ നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് 1നും 0.25നും ഇടയ്ക്കാണ് എങ്കിലും 0.72 into pt minus pc divided by root pt എന്ന് പറയുന്ന കണ്ടീഷനും പിന്നെ pt minus pc is greater than or equal to 1 ആണ് എങ്കിൽ 0.65 into pt minus pc divided by root pt is less than or equal to 1 എന്ന ഒരു കണ്ടീഷൻ എടുത്തുകൊണ്ടാണ് k4ന്റെ വാല്യൂ കിട്ടുന്നത്. ആൻഡ് വാല്യൂസ് ഓഫ് k1 എന്ന് പറയുന്ന ടേബിൾ 25ലാണ് തന്നിട്ടുള്ളത്. ഇതാണ് 25 എന്ന് പറയുന്ന ടേബിൾ. അത് പേജ് 88ലാണ് കൊടുത്തിട്ടുള്ളത്. k2 എന്ന് പറയുന്നതാണ് ഇത്. k1 എന്ന് പറയുന്നത് 0.063 ഇങ്ങനെ വരും. k2ന്റെ ഇക്വേഷൻ m1 plus m2 divided by mf1 plus mf2. m1 and m2 എന്ന് പറയുന്ന സപ്പോർട്ട് മൊമെന്റും mf1 f2 എന്ന് പറയുന്ന ഫിക്സഡ് എൻഡ് മൊമെന്റും ആയിരിക്കും. ഇതാണ് ടേബിൾ 25. ഇവിടെ നിന്നാണ് k1ന്റെ വാല്യൂ എടുക്കുന്നത്. അതായത് k2ന്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിരിക്കും k1ന്റെ വാല്യൂ എടുക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ നമ്മൾ യൂസ് ചെയ്ത അതായത് ഈ ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്ത pt യുടെ വാല്യൂ എന്ന് പറയുന്നത് 100 AST by BD, pc എന്ന് പറയുന്നത് 100 ASC by BD ആണ്. അതായത് പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീൻഫോഴ്സ്മെന്റും പെർസെൻറ്റേജ് ഓഫ് കംപ്രഷൻ റീൻഫോഴ്സ്മെന്റും. D is the total depth of section and L is the length of span. നെക്സ്റ്റ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ് ആണ്. ക്രീപ്പ് കൊണ്ടുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ. സോ ക്രീപ്പ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു പെർമനന്റ് ലോഡ് ACC permanent may be calculated by ACC permanent is equal to AICC permanent AF permanent. അതായത് AICC എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു പെർമനന്റ് ലോഡ് obtained using an elastic analysis with an effective modulus of elasticity. Initial plus creep deflection ആണ് AICC എന്ന് പറയുന്നത്. ഇവിടെ ECE എന്ന് പറയുന്നത് EC by 1 plus theta ആണ്. തീറ്റ എന്ന് പറയുന്നത് ക്രീപ്പ് കോഎഫിഷ്യന്റ് ആണ്. 1 പെർമനന്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ ആണ് ഡ്യൂ ടു പെർമനന്റ് ലോഡ് EC. ഇവിടെ ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ക്ലോസ് 6.2.5 ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതായത് ഏജ് ലോഡിങ്ങിൽ കറസ്പോണ്ടിങ് വരുന്ന ക്രീപ്പ് കോഎഫിഷ്യന്റ് 7 days ആണെങ്കിൽ 2.2, 28 days ആണെങ്കിൽ 1.6, 1 year ആണെങ്കിൽ 1.1 ആയിരിക്കും ക്രീപ്പ് കോഎഫിഷ്യന്റ് തീറ്റയുടെ വാല്യൂ വരുന്നത്. ഇതായിട്ട് ബേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് റെക്ടാങ്കുലർ ബീം 300 mm by 500 mm of effective span of 7 is reinforced with 5 bars of 20 mm diameter on tension side and 4 bars of 15 mm diameter compression side. The effective cover on both sides is 30 mm. Check the deflection criteria. Use FP for 50. ഒരു സിംപ്ലി സപ്പോർട്ടഡ് റെക്ടാങ്കുലർ ബീം ആണ്. ബീമിന്റെ സൈസ് എന്ന് പറയുന്നത് 300 by 500 mm ആണ്. അവിടുത്തെ എഫക്റ്റീവ് സ്പാൻസ് 7 മീറ്റർ. അവിടെ ടോപ്പിൽ കൊടുത്തിട്ടുള്ള റീൻഫോഴ്സ്മെന്റ് 4 ബാറും 16 mm ഡയമീറ്ററും ടെൻഷൻ സൈഡ് കൊടുത്തിട്ടുള്ളത് 5 ബാറും 20 mm ഡയമീറ്ററുമാണ്. എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത് രണ്ട് സൈഡും 30 mm ആണ് കൊടുത്തിട്ടുള്ളത്. ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ ചെക്ക് ചെയ്ത് നോക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഗിവൺ ഡാറ്റാസിൽ ബി ഈസ് 300 mm,
ക്യാപിറ്റൽ ഡി ആണ് തന്നിട്ടുള്ളത് 500 mm എന്ന്. അപ്പോൾ സ്മോൾ ഡി കിട്ടണമെങ്കിൽ എഫക്റ്റീവ് കവർ എന്ന് പറഞ്ഞ് 30 mm തന്നിട്ടുണ്ട്. സോ സ്മോൾ ഡി ഈസ് 500 minus 30 470 mm. Then area of steel in tension, that is number of bars into area of 1 bar. So ഇവിടെ number of bar 5 ഉം pi by 4 into 20 square ആണ്. ഏരിയ ഓഫ് 1 ബാർ ചെയ്യുമ്പോൾ 1570 mm² കിട്ടും. ASC എന്ന് പറയുന്നത് 4 ബാർ 16 mm. സോ 4 into pi by 4 into 16² ചെയ്യുമ്പോൾ 804 mm² കിട്ടും. Then നെക്സ്റ്റ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് PT and PC ആണ്. അതായത് നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നത് span by effective depth provided is less than or equal to KT into KC into KF into span by effective depth permissible. ആ ഒരു കണ്ടീഷനാണ്. ഇതിനകത്ത് മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ ടെൻഷനും കംപ്രഷനും കിട്ടണം. അതിനുവേണ്ടി മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടണമെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീൻഫോഴ്സ്മെൻറ്റും പെർസെൻറ്റേജ് ഓഫ് കംപ്രഷൻ റീൻഫോഴ്സ്മെൻറ്റും അറിയണം. അതിനുവേണ്ടി ആദ്യം PT കണ്ടുപിടിക്കും. PT വാല്യൂ എന്ന് പറയുന്നത് AST by BD into 100 ആണ്. ഇസ് ഈക്വൽ ടു 1570 by 300 into 470 into 100 ചെയ്യുമ്പോൾ 1.11%. പെർസെൻറ്റേജ് ഓഫ് കംപ്രഷൻ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് AST by BD into 100. ഇവിടെ AST എന്ന് പറയുന്നത് കംപ്രസീവ് റീൻഫോഴ്സ്മെന്റിന്റെ ഏരിയ 804 ആണ് കിട്ടിയിട്ടുള്ളത്. അത് ഡിവൈഡ് ബൈ 300 into 470 into 100 ചെയ്യുമ്പോൾ 0.57% കിട്ടും. IS 456 ഫിഗർ 4 നിന്നാണ് മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടുന്നത്. ദാറ്റ് ഈസ് എന്നത് അത് തന്നിട്ടുള്ള പേജ് നമ്പർ 38 ആണ്. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീൻഫോഴ്സ്മെൻറ്റും വൈ ആക്സിസിൽ മോഡിഫിക്കേഷൻ ഫാക്ടറും ആണ്. ദെൻ ഓരോരോ കർവ് തന്നിട്ടുണ്ട്. ആ കർവ് ഡിനോട്ട് ചെയ്യുന്നത് FSന്റെ വാല്യൂവിനെയാണ്. സോ ഫസ്റ്റ് ഇവിടുത്തെ FS കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് FS is equal to 0.58 FY AST required by AST provided, that is 0.58 into 415. AST റിക്വേർഡും AST പ്രൊവൈഡഡും ഇവിടെ അസ്യൂം ചെയ്തെടുക്കുക. സോ ഹിയർ രണ്ടും സെയിം ആണ്. രണ്ടും സെയിം ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 വരും. സോ ഇവിടെ ചെയ്യുമ്പോൾ കിട്ടുന്നത് 240.1 Newton/mm² എന്ന് കിട്ടും. ദെൻ FS കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടാൻ വേണ്ടി PTയുടെ വാല്യൂ 1.1 ആണ്. അത് FS 240.1 ആണ് വരുന്നത്. പക്ഷേ 240 ഏകദേശം 240യുടെ ആ ഒരു കർവ് എടുക്കുക. അവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് വൈ ആക്സിസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാം. ഇത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് KT ഈസ് ഈക്വൽ ടു KT ഈസ് ദ മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ ടെൻഷൻ റീൻഫോഴ്സ്മെന്റ് ഈസ് ഈക്വൽ ടു 0.98 ആണ്. ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. കറക്റ്റ് വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടില്ല. അപ്പോൾ ഓരോരുത്തരും ഒരു ചെറിയൊരു വേരിയേഷൻ വരാം. ഇവിടെ കിട്ടുന്ന വാല്യൂ 0.98 ആണ്. ഇതുപോലെ തന്നെ PCയുടെ കണ്ടുപിടിക്കണം. PC എന്ന് പറയുന്നത് 0.57 ആണ്. അത് എടുക്കുന്ന ചാർട്ട് ഫിഗർ 5 ആണ്. അത് പെർസെൻറ്റേജ് ഓഫ് കംപ്രഷൻ റീൻഫോഴ്സ്മെന്റിന് കറസ്പോണ്ടിങ് വരുന്ന മോഡിഫിക്കേഷൻ ഫാക്ടറാണ് തന്നിട്ടുള്ളത്. സോ PC 0.57 നോക്കുക. സോ 0.57 എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിട്ട് ഈ ഒരു കർവിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് വൈ ആക്സിസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുക. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മോഡിഫിക്കേഷൻ ഫാക്ടർ KC എന്ന് പറയുന്നത് 1.15 ആണ്. ഇനി KCയും KTയും കിട്ടിക്കഴിഞ്ഞാൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് മാക്സിമം എന്ന് പറയുന്നത് KT into KC into 20 ആണ്. അപ്പോൾ ശരിക്കും അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം 20 into മോഡിഫിക്കേഷൻ ഫാക്ടർ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ടെൻഷൻ സൈഡിലും കംപ്രഷൻ സൈഡിലും റീൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KT into KC എന്ന് പറയും. ഈ KT KC എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ ഫാക്ടർ ആണ്. അത് നമുക്ക് കിട്ടിയത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. into 20 ചെയ്യുമ്പോൾ 22.54 മാക്സിമം വാല്യൂവിനേക്കാളും നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂസ് കൂടി പോകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് പ്രൊവൈഡഡ് എന്ന് പറയുന്നത് 7 മീറ്റർ ആണ് സ്പാൻ. സോ 7000 ഡിവൈഡ് ബൈ എഫക്റ്റീവ് ഡെപ്ത് 470 ചെയ്യുമ്പോൾ 14.9 കിട്ടും. സോ 22.54നേക്കാളും കൂടി പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹെൻസ് ദ ഡിഫ്ലക്ഷൻ ചെക്ക് ഈസ് ഓക്കെ. സോ ഇങ്ങനെയാണ് ഡിഫ്ലക്ഷൻ സേഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. സെക്കൻഡ് പ്രോബ്ലം, calculate the short term deflection of a simply supported rectangular beam 300 mm by 600 mm spanning over 5 meter. It is reinforced with 4 bars of 20 mm diameter on tension side and it is subjected to an imposed service load of 20 kN per meter including self weight. The effective cover to tension is steel is 40 mm. Use M20 and FE 450. ഇവിടെ ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 600 mm 40 mm ആണ് കവർ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് 600ൽ നിന്ന് 40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 560 mm കിട്ടും. ദെൻ
FCK 20 Newton/mm², കാരണം M20 കോൺക്രീറ്റ് ആണ്. ദെൻ FI is 415, FE 415 ആണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. ലോഡ് തന്നിട്ടുള്ളത് 20 kN/m ആണ്. സോ AST is equal to 4 × π/4 × 20². we get 1256 mm² എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് തന്നിട്ടുള്ള സ്പാൻ എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ദെൻ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഷോർട്ട് ടേൺ ഡിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷനിലോട്ട് കോഡ് തന്നിട്ടുള്ള ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുക. സോ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് M is equal to WL²/8 ആണ്. W എന്ന് പറയുന്നത് 20, L is 5 മീറ്റർ, ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ 62.5 kN/m കിട്ടും. നെക്സ്റ്റ് ഇവിടെ വരുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഗ്രോസ് സെക്ഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് IGR എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ബീമിന്റെയാണ് ഇക്വേഷൻ. BDQ/12, B 300, D 600³ ചെയ്യുമ്പോൾ 5.4 × 10⁹ mm⁴ വരും. ദെൻ ഇവിടെ നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ് ആണ്. ദാറ്റ് ഈസ് FCR. അപ്പോൾ ഈ ഓരോ വാല്യൂസും കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് FCR. ദാറ്റ് ഈസ് FCR എന്ന് പറയുന്നത് കോഡ് തന്നിട്ടുള്ള ഇക്വേഷൻ ആണ് 0.7√FCK. 0.7 × FCK ഈസ് 20. സോ √20 ചെയ്യുമ്പോൾ 3.13 Nm² എന്ന് കിട്ടും. സോ ഇനി ഇവിടെ വരുന്ന ക്രാക്കിംഗ് മൊമെന്റ് MCR കാൽക്കുലേറ്റ് ചെയ്യണം. MCR കണ്ടുപിടിക്കാൻ വേണ്ടി കോഡ് തന്നിരിക്കുന്ന ഇക്വേഷൻ ആണ് MCR is equal to FCR/IGR × YT. ഇത് അനെക്സ് സിയിലാണ് ഈ ഇക്വേഷൻ തന്നിട്ടുള്ളത്. ഇതിൽ FCR എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച മോഡുലസ് ഓഫ് റപ്ചർ 0.7√FCK എന്ന് പറയുന്നത്. IGRും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് FCRും IGRും കാൽക്കുലേറ്റ് ചെയ്തത്. ദെൻ ഇവിടുത്തെ YT കിട്ടണം. YT എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസ് ആണ്. ദാറ്റ് ഈസ് YT എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാക്സിമം ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് YT ഈസ് D/2 ആണ്. 600/2 ചെയ്യുമ്പോൾ 300 mm എന്ന് കിട്ടും. ദെൻ MCRന്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് FCR 3.13 × IGR 5.4 × 10⁹ ഡിവൈഡഡ് ബൈ YT ഈസ് 300 mm. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 56.34 × 10⁶ Nm എന്ന് കിട്ടും. നെക്സ്റ്റ് ഇവിടെ വരുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് EC എന്ന് പറയുന്നത് 5000√FCK ആണ്. ഈ ഒരു ഇക്വേഷനും കൂടി തന്നിട്ടുള്ളതാണ്. സോ 5000 × √FCK 20 ചെയ്യുമ്പോൾ 22360.6 Nm² എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് ES മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് 2 × 10⁵ Nm² ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ. ഇനി ഇവിടെ നിന്ന് മോഡുലാർ റേഷ്യോ കിട്ടണം. മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത് ES/EC ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ മോഡുലാർ റേഷ്യോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് അനാലിസിസ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്മോൾ m. ദാറ്റ് ഈസ് ES/EC ആണ് അതിൻ്റെ ഇക്വേഷൻ. അത് ചെയ്ത് കഴിയുമ്പോൾ 8.94 എന്ന് കിട്ടും. ഇനി ഇവിടുത്തെ കാൽക്കുലേഷൻ ഓഫ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ്. അതിന് N എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, X എന്നും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. കോഡ് തന്നിട്ടുള്ള ഇക്വേഷനിൽ X എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് രീതിയിൽ ചെയ്താലും ശരിയാണ്. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ് N എന്നുള്ളത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ X എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ഫോർ സിംപ്ലി റീൻഫോഴ്സ്ഡ് റെക്ടാങ്കുലർ ബീം ആണ് എങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് BN²/2 is equal to M × AST × D - N. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ നിന്ന് സോൾവ് ചെയ്തെടുക്കുന്നതാണ് Nൻ്റെ വാല്യൂ. ദാറ്റ് ഈസ് B is 300 × N²/2 is equal to M is 8.94 × M എന്ന് പറയുന്ന മോഡുലാർ റേഷ്യോ × AST is 1256 × സ്മോൾ d is 560 - N ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന Nൻ്റെ വാല്യൂ ആണ് 170.7 mm. സോ ഇതാണ് ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഇത് X എന്നും കൂടി റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ദെൻ ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇനേർഷ്യ ഓഫ് ദ ക്രാക്ക്ഡ് സെക്ഷൻ ICR കാണാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. BNQ/3 + M × AST × D - N the whole square. ഈ ഇക്വേഷനും പഠിച്ചിരിക്കുക. ഈ ഇക്വേഷനിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 300 × 170.7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ്. ³ 3 M എന്ന് പറയുന്നത് മോഡുലാർ റേഷ്യോ ഇൻറ്റു AST 1256, സ്മോൾ d is 560, N is 170.7 the whole square ചെയ്യുമ്പോൾ 2.287 × 10⁻9 mm⁴ എന്ന് കിട്ടും. ഇതാണ് ഇവിടെ വരുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ക്രാക്ക്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ എഫക്റ്റീവ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ I എഫക്റ്റീവ് കാണാനുള്ള ഇക്വേഷൻ കോഡ് തന്നിട്ടുള്ളതാണ്. I എഫക്റ്റീവ് is equal to ICR/1.2 - MCR/M × A/D × 1 - N/D × BW/B. ഇതിൽ ഈ ഇക്വേഷൻ കോഡിൽ നിന്ന് IS 456/2000 ആനക്സ് സിയിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഒരു കോഡിൽ പേജ് നമ്പർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ചെയ്യുക. സോ ICR എന്ന് പറയുന്നത് 2.287 × 10⁻9 ഡിവൈഡഡ് ബൈ 1.2 × 56.34 × 10⁶. അതാണ് ഇവിടെ വരുന്ന MCR എന്ന് പറയുന്നത്. ആൻഡ് M is 62.5 × 10⁶. ഇവിടെ A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലിവർ ആം ഡിസ്റ്റൻസ് ആണ്. അതെന്ന് പറയുന്നത് D - N/3 ആണ് ലിവർ ആം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ D is 560 × N/3 ചെയ്ത് കഴിയുമ്പോൾ 503.1 mm കിട്ടും. സോ 503.1 ഡിവൈഡഡ് ബൈ സ്മോൾ d is 560 × 1 - N/D ചെയ്യുക ഇൻറ്റു BW അതുപോലെ തന്നെ B എന്ന് പറയുന്നത് ആ ഒരു ബീമിൻ്റെ വിഡ്ത്താണ് എടുക്കുന്നത്. സോ രണ്ടും 300 ആണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ 3.59 × 10⁹ mm⁴. സോ ഈ പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് IGR കിട്ടിയാൽ, അതായത് ഗ്രോസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യനേക്കാളും കുറവായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ ഓക്കെ ആയിരിക്കും. അതായത് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ICR is less than I effective is less than IGR ആയിരിക്കണം. അപ്പോൾ I effective എന്ന് പറയുന്നത് IGRനേക്കാളും കുറവും എന്നാൽ ക്രാക്ക്ഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യനേക്കാളും കൂടുതലും ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ I effective എന്ന് പറയുന്നത് 3.59 × 10⁹ mm⁴ ആണ്. ഇവിടെ വരുന്ന മാക്സിമം ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ അണ്ടർ UDL ∆E വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ∆E എന്ന് പറയുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ ആണ് 5/384 WL⁴/EI. 5/384 × W is 20 എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. 5000 mm⁴ ഡിവൈഡഡ് ബൈ E എന്ന് പറയുന്നത് EC ആണ്, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു I എന്ന് പറയുന്നത് ഇവിടെ എടുക്കേണ്ടത് I എഫക്റ്റീവിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഈ വാല്യൂ തന്നെ വേണം എടുക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കണ്ടീഷൻ നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കിയത്. ഇവിടെ എടുക്കേണ്ട I എഫക്റ്റീവ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കിട്ടുന്നത് 2.02 mm ആണ്. സോ ഇതാണ് ഇവിടെ വരുന്ന ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ്റെ പ്രോബ്ലം തന്നാൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പ്രോബ്ലം, a rectangular beam section 200 mm wide and 450 mm overall depth is reinforced with a 3 bars of 16 mm diameter at an effective depth of 420 mm. 2 hanger bars of 12 mm diameter are provided at the compression phase. The effective span of the beam is 5 meter. The beam support a service load of 10 kN per meter, FCK 20 and Fy is 415. Compute the short term and long term deflection. അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ ഗിവൻ ഡാറ്റാസ് എഴുതാം. D is 200 mm, ക്യാപിറ്റൽ D ആണ് 450 mm തന്നിട്ടുള്ളത്, സ്മോൾ d 420 mm എന്ന് തന്നിട്ടുണ്ട്. എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. സർവീസ് ലോഡ് W തന്നിട്ടുള്ളത് 10 kN per meter. Fy is 415. ഇവിടെ കിട്ടുന്ന AST എന്ന് പറയുന്നത് 3 ബാർ 16 mm ഡയമീറ്റർ വരുന്നതാണ്. സോ 3 × π/4 × 16² ചെയ്യുമ്പോൾ 603 mm² എന്ന് കിട്ടും. ആദ്യം തന്നെ ഇവിടുത്തെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ ലോഡ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് സെൽഫ് വെയിറ്റ് അല്ല തന്നിട്ടുള്ളത്. അപ്പോൾ സെൽഫ് വെയിറ്റും കൂടി ഇവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ സെൽഫ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 25 × യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് ആണ്. ദാറ്റ് ഈസ് ഇൻറ്റു the size of the beam, that is 0.2 എന്ന് പറയുന്ന ബ്രെഡ്ത്തും
ഓവറോൾ ഡെപ്ത് ഈസ് 450 mm ആണ്, ദാറ്റ് ഈസ് 0.45. ഇത് ചെയ്യുമ്പോൾ 2.25 കിലോന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. അതാണ് ഇവിടുത്തെ സെൽഫ് വെയിറ്റ്. ദെൻ ഇമ്പോസ് ലോഡ് 10, രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ 12.25 കിട്ടും. ദെൻ ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാണണമെങ്കിൽ ഇക്വേഷൻ WL²/8 ദാറ്റ് ഈസ് 12.25 ഇൻറ്റു 5²/8 ചെയ്യുമ്പോൾ 38.28 കിലോന്യൂട്ടൺ മീറ്റർ കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 38.28 ഇൻറ്റു 10⁶ ന്യൂട്ടൺ mm എന്ന് കിട്ടും. ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഗ്രോസ് സെക്ഷൻ IGR കാൽക്കുലേറ്റ് ചെയ്യണം. IGR കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ BDQ/12 ആണ്, ദാറ്റ് ഈസ് 200 ഇൻറ്റു 450Q/12 ചെയ്യുമ്പോൾ 15.187 ഇൻറ്റു 10⁸ mm⁴ എന്ന് കിട്ടും. മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ് FCR എന്ന് പറയുന്നത് FCR ഈസ് ഈക്വൽ ടു 0.7 റൂട്ട് FCK, ദാറ്റ് ഈസ് 0.7 ഇൻറ്റു √20 ചെയ്യുമ്പോൾ 3.13 Nm²/mm² എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് ക്രാക്കിംഗ് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കോഡ് തന്നിട്ടുള്ളത് FCR ഇൻറ്റു IGR ഡിവൈഡഡ് ബൈ YT ആണ്. FCR IGR അറിയാം. ഫസ്റ്റ് വി ഫൈൻഡ് YT എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് ബൈ 2 ആണ്, ദാറ്റ് ഈസ് 450/2 ചെയ്യുമ്പോൾ 225 mm കിട്ടും. ദെൻ MCRന്റെ ഇക്വേഷനിലോട്ട് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ചെയ്യുമ്പോൾ കിട്ടുന്നത് 21.1245 ആണ്. അതാണ് ക്രാക്കിംഗ് മൊമെന്റ് എന്ന് പറയുന്നത്. അടുത്ത ഇവിടുത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് കോൺക്രീറ്റ് EC എന്ന് പറയുന്നത് 5000 റൂട്ട് FCK ആണ്, ദാറ്റ് ഈസ് 22360.6 Nm²/mm² കിട്ടും. ദെൻ ES എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁵. അതുകൊണ്ട് തന്നെ മോഡുലാർ റേഷ്യോ M എന്ന് പറയുന്നത് ES/EC ആണ്, ദാറ്റ് ഈസ് ഇത് ചെയ്യുമ്പോൾ 8.94 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇവിടെ ആദ്യം ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു. ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ IGR ഗ്രോസ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഗ്രോസ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന മോഡുലസ് ഓഫ് റപ്ചറും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ക്രാക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് MCR ഈസ് ഈക്വൽ ടു FCR IGR/YT എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് ക്രാക്ക്ഡ് മൊമെന്റ് കണ്ടുപിടിച്ചു. ക്രാക്ക്ഡ് മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ വരുന്ന മോഡുലാർ റേഷ്യോ ES/EC ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ES എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁵ EC എന്ന് പറയുന്നത് 5000 റൂട്ട് FCK ആണ്. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് EC കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മോഡുലാർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത ഇവിടെ വരുന്ന കാൽക്കുലേഷൻ ഓഫ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ് N. അത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ BN²/2 ഇൻറ്റു M ഇൻറ്റു AST ഇൻറ്റു D - N. ഈ ഇക്വേഷനിലോട്ട് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടുന്നത്. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത് 125.1 mm ആണ്. ദെൻ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ കണ്ടുപിടിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ക്രാക്ക്ഡ് സെക്ഷൻ ICR ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ICR ഈസ് ഈക്വൽ ടു BNQ/3 പ്ലസ് M ഇൻറ്റു AST ഇൻറ്റു D - N². ഇതിലേക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ 5.993 ഇൻറ്റു 10⁸ mm⁴ എന്ന് കിട്ടും. നെക്സ്റ്റ് ഇവിടെ വരുന്ന എഫക്റ്റീവ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ I എഫക്റ്റീവ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ICR ഡിവൈഡഡ് ബൈ 1.2 മൈനസ് MCR/M ഇൻറ്റു A/D ഇൻറ്റു 1 - N/D BW/B ആണ്. ഇതിലോട്ട് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ A എന്ന് പറയുന്ന ലിവർ ആം ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് D - N/3 ചെയ്ത് കഴിയുമ്പോൾ 378.03 കിട്ടും. ദെൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് 7.034 ഇൻറ്റു 10⁸ mm⁴ എന്ന് കിട്ടും. ദെൻ ഈ വാല്യൂ ഗ്രോസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയും തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് ഗ്രോസിനേക്കാളും കുറവാണ് എങ്കിൽ ഹെൻസ് ഓക്കെ ആണ്. അതുപോലെ തന്നെ ഇവിടെ ICR എന്ന് പറയുന്നത് I എഫക്റ്റീവിനേക്കാളും അതുപോലെ തന്നെ IGRനെ കുറവായിരിക്കണം. ദാറ്റ് ഈസ് I എഫക്റ്റീവ് എന്ന് പറയുന്നത് ICRനേക്കാളും കൂടുതലും IGRനേക്കാളും കുറവായിരിക്കണം. ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ 5.993 ഇൻറ്റു 10⁸ ഈസ് ലെസ് ദാൻ 7.034 ഇൻറ്റു 10⁶ ഈസ് ലെസ് ദാൻ 15.18 ഇൻറ്റു 10⁸. സോ ഈ ഒരു കണ്ടീഷൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ സേഫ് ആണ്. നെക്സ്റ്റ് ഇവിടെ വരുന്ന മാക്സിമം ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ അണ്ടർ UDL കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് ΔE. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ΔE എന്ന് പറയുന്നത് 5/384 ഇൻറ്റു WL/4/EI. ഈ ഇക്വേഷനിലോട്ട് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.338 mm ആണ്. സോ ഇതാണ് ഇവിടെ വരുന്ന ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ലോങ് ടൈം ഡിഫ്ലക്ഷനോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ലോങ് ടൈം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് long time deflection is equal to short time deflection due to permanent loads. Permanent loads കൊണ്ടുണ്ടാകുന്ന short time deflection plus deflection due to shrinkage plus deflection due to creep. അപ്പം 3 ഡിഫ്ലക്ഷൻ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ലോങ് ടൈം ഡിഫ്ലക്ഷൻ കിട്ടുന്നത്. ആദ്യം ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ ΔE പ്ലസ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു shrinkage പ്ലസ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ്. അപ്പോൾ ഇവിടെ ΔE ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് 6.338. ഇനി ΔSും ΔCയും കാൽക്കുലേറ്റ് ചെയ്യണം.
നെക്സ്റ്റ് ഇവിടുത്തെ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് ഡെൽറ്റ എസ് കണ്ടുപിടിക്കണം. ക്ലോസ് C3 അനക്സ് C3യിൽ പറയുന്നത് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷ്രിങ്കേജ് ഡെൽറ്റ എസ് ഓർ ACS എന്ന് പറയുന്നത് K3 ഇൻറ്റു സൈ CS ഇൻറ്റു L² എന്ന് പറയുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് ACS എന്നാണ് കോഡിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ ഡെൽറ്റ എസ് എന്നോ ACS എന്നോ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ K3 എന്ന് പറയുന്ന വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് സപ്പോർട്ടിന്റെ എൻഡ് കണ്ടീഷനാണ്. അപ്പോൾ 0.5 ആണ് ക്യാൻഡിലീവറിന്, സിംപ്ലി സപ്പോർട്ടഡ് മെമ്പേഴ്സിന് 0.125ഉം 0.086 ആണ് കണ്ടിന്യൂസ് അറ്റ് വൺ എൻഡ് ആണെങ്കിൽ 0.063 ആണ് കണ്ടിന്യൂസ് മെമ്പറിന്. ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് തന്നെ 0.125 ആണ് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇവിടെ സൈ CS-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് സൈ CS എന്ന് പറയുന്നത് ഷ്രിങ്കേജ് കർവേച്ചർ ആണ്. അതെന്ന് പറയുന്നത് K4 ഇൻറ്റു എപ്സിലോൺ CS/D ആണ്. ആദ്യം ഇവിടുത്തെ K4ന്റെ വാല്യൂ കിട്ടണം. K4ന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി കോഡിൽ പറയുന്ന കണ്ടീഷനാണിത്. അതായത് K4 ഈസ് ഈക്വൽ ടു 0.25നും 1നും ഇടയിലാണ് PT മൈനസ് PCയുടെ വാല്യൂ എങ്കിൽ നമ്മളിവിടെ എടുക്കുന്ന കണ്ടീഷൻ 0.72 PT മൈനസ് PC ഇൻറ്റു റൂട്ട് PT ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷനും, അതുപോലെ തന്നെ PT മൈനസ് PC എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 0.65 PT മൈനസ് PC റൂട്ട് PT ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈ ഒരു ഇക്വേഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് PT മൈനസ് PC എന്ന് പറയുന്ന കണ്ടീഷനാണ്. അപ്പോൾ ആദ്യം PT കണ്ടുപിടിക്കുക. PT എന്ന് പറയുന്നത് AST/BD ഇൻറ്റു 100 ആണ്. സോ AST 603 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ B ഇൻറ്റു D എന്ന് പറയുന്നത് 200 ഇൻറ്റു 420 ചെയ്യുമ്പോൾ 0.71 എന്ന് കിട്ടും. അതുപോലെ തന്നെ PCയും കണ്ടുപിടിക്കുക. സോ ഇവിടെ കംപ്രഷൻ സൈഡിൽ റീഇൻഫോഴ്സ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ PCയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. PT മൈനസ് PC ചെയ്യുമ്പോൾ 0.71 കിട്ടും. ഇതെന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. അതുപോലെ തന്നെ ലെസ് ദാൻ 1 ആണ് എങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് 0.72 ഇൻറ്റു PT മൈനസ് PC ഡിവൈഡഡ് ബൈ റൂട്ട് PT എന്ന് പറയുന്ന കണ്ടീഷനാണ്. ആ ഇക്വേഷനിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.6066 എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണോ എന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക. സോ K4ന്റെ വാല്യൂ കിട്ടി. നെക്സ്റ്റ് സൈ CS എന്ന് പറയുന്നത് K4 ഇൻറ്റു എപ്സിലോൺ CS/D. K4 ഈസ് 0.6066 ഇൻറ്റു എപ്സിലോൺ CS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഷ്രിങ്കേജ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.003 ആണ്. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ അത് ഡിവൈഡഡ് ബൈ ഓവറോൾ ഡെപ്ത് സൈ CS-ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നത് 4.044 ഇൻറ്റു 10⁻⁻7 ആണ്. ഇനി കഴിഞ്ഞാൽ ഡെൽറ്റ എസ്, അതായത് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷ്രിങ്കേജ് എന്ന് പറയുന്നത് K3 ഇൻറ്റു സൈ CS ഇൻറ്റു L² ആണ്. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ഡെൽറ്റ എസ് ഈസ് 1.264 mm. അപ്പോൾ ഇവിടെ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഇ കിട്ടി, ദെൻ ഷ്രിങ്കേജ് ഡിഫ്ലക്ഷൻ കിട്ടി ഡെൽറ്റ എസ്. നെക്സ്റ്റ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ് കിട്ടണം. ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ് ഡെൽറ്റ സി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കണ്ടുപിടിക്കാൻ ഇനീഷ്യൽ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു പെർമനന്റ് ലോഡ് യൂസിങ് ECE ഈസ് ഈക്വൽ ടു EC/1 പ്ലസ് തീറ്റ മൈനസ് ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ ഡ്യൂ ടു പെർമനന്റ് ലോഡ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഡെൽറ്റ CE എന്ന് പറയുന്നത് ഡെൽറ്റ CI മൈനസ് ഡെൽറ്റ E ആണ്. ഡെൽറ്റ CI എന്ന് പറയുന്നത് 5 ഇൻറ്റു W/4/384 ഇൻറ്റു ഇവിടെ ECയുടെ സ്ഥാനത്ത് ECE എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡെൽറ്റ CI കണ്ടുപിടിക്കണം. സോ ഈ CE കിട്ടണമെങ്കിൽ EC/1 പ്ലസ് തീറ്റയാണ്. ഇവിടെ തീറ്റ എന്ന് പറയുന്ന ക്രീപ്പ് കോഎഫിഷ്യന്റ് ആണ്. ഇത് കിട്ടുന്നത് AS456 2000 ക്ലോസ് 6.2.5.1 ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട്. ലോഡിംഗ് 28 ആണെങ്കിൽ ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1.6 ആണ്. സോ ആ ഒരു വാല്യൂ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ തീറ്റ 1.6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ECEയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഈ CEയുടെ വാല്യൂ കിട്ടുന്നത് 8600 ആണ്. ദെൻ ഡെൽറ്റ CI എന്ന് പറയുന്നത് WL/4 ECE I എഫക്റ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 16.48 mm കിട്ടും. ദെൻ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ CI മൈനസ് ഡെൽറ്റ ഇ ചെയ്യുക, ദാറ്റ് ഈസ് 16.48 മൈനസ് 6.338 ചെയ്യുമ്പോൾ 10.142 കിട്ടും. സോ അതുകൊണ്ട് തന്നെ ലോങ് ടൈം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഡിഫ്ലക്ഷൻ പ്ലസ് ഷ്രിങ്കേജ് ഡിഫ്ലക്ഷൻ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 17.74 mm എന്ന് കിട്ടും.
ഇനി ഇവിടെ ഒരു മാക്സിമം പെർമിസിബിൾ കണ്ടീഷൻ ഉണ്ട്. as per IS 456/2000 പെർമിസിബിൾ ലോങ് ടൈം ഡിഫ്ലക്ഷൻ സ്പാൻ ബൈ 250നേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ IS 456/2000 പറയുന്നുണ്ട്. ദാറ്റ് ഈസ് 5000/250 ചെയ്യുമ്പോൾ 20 mm കിട്ടും. നമുക്ക് കിട്ടിയത് 17.74 ആണ്. സോ ആ വാല്യൂ എക്സീഡ് ചെയ്ത് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദ ബീം ഈസ് സേഫ് ഇൻ ഡിഫ്ലക്ഷൻ. സോ ഇങ്ങനെയാണ് ഒരു ഷോർട്ട് ടൈം ഡിഫ്ലക്ഷനും അതുപോലെ തന്നെ ലോങ് ടൈം ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കുന്നത്. ഇതാണ് ആദ്യത്തെ സെക്ഷൻ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയുടെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിലെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ എന്നൊരു പോർഷനാണ്. ഇനി ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിലെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ക്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടി ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ഒരു സെക്ഷനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊഡ്യൂൾ 5 കംപ്ലീറ്റ് ആവും. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.